നാഗാരാധനയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ചിത്രകൂട കല്ലുകൾ. ഇവയുടെ നിർമ്മാണത്തിലും ഏറെ സവിശേഷതകളുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറെ പ്രശസ്തരായ രണ്ടുപേരുണ്ട് പന്തീരങ്കാവിൽ. പരിചയപ്പെടാം ഈ സുഹൃത്തുക്കൾ. പന്തീരങ്കാവ് സ്വദേശികളായ PV സുജയ് കുമാറും മധുവുമാണ് വർഷങ്ങളായി ചെങ്കല്ലിൽ ചിത്രകൂടക്കല്ലിൻ്റെ നിർമ്മാണം നടത്തിവരുന്നത്. തികവത്ത വലിയ കല്ലുകൾ വെട്ടിയെടുത്ത് ദിവസങ്ങളോളം കൊത്തുപണികൾ ചെയ്തു വേണം കല്ല് തയ്യാറാക്കുവാൻ. ഏറെ വൈദഗ്ധ്യം വേണ്ട പ്രവൃത്തിയാണിത്. പ്രധാനമായും 4 ഭാഗങ്ങളിലാണ് ഇതിൻ്റെ നിർമ്മാണം. കേരളത്തിലെ നാഗാരാധനയ്ക്കുള്ള, അതായത് സർപ്പക്കാവുകളുടെ നാഗപ്രതിഷ്ഠ ആണ് ഈ ചിത്രകൂടക്കല്ലുകൾ. അത് പൂർവികമായിട്ട് തന്നെ വെട്ടുകല്ലാണ് നിർമ്മിക്കുന്നത്. വിശേഷിച്ച് മലബാർ ഭാഗത്താണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇതിപ്പം 4 ഭാഗമായിട്ടാണ് ചിത്രകൂടം ഉണ്ടാവുക. അടിയിൽ ആധാരക്കല്ല്, പിന്നെ നടുവിൽ നടുക്കല്ല്, ഇത് കൊടക്കല്ല്, ഇതൊക്കെ കൊടക്കല്ല്, അത് സ്തൂപികക്കല്ല് എന്ന് പറയും. സ്തൂപികക്കല്ല് പൂക്കല്ലെന്നും പറയും. ഇത് പ്രത്യേകമായിട്ടുള്ള കല്ലുകൾ തന്നെ വേണം. കണ്ണിയെടുപ്പുള്ളതും നല്ല ഉറപ്പുള്ളതും വർക്ക് ചെയ്യാൻ പറ്റിയ കല്ലായിരിക്കണം. അതിപ്പം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. അപ്പം അപൂർവമായിട്ട് കിട്ടുന്നൊരു സാധനമാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. വീട്ടിലൊക്കെ പണ്ടേ ഇങ്ങനത്തെ പണി ഉണ്ടായിരുന്നു. ഇടക്കാലത്തൊന്നും വീട്ടിൽ ചെയ്തിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയെടുത്താണ്. പ്രധാനമായും 4 ഭാഗങ്ങളായാണ് ചിത്രകൂടക്കല്ലിൻ്റെ നിർമ്മാണം. ജില്ലയിലെ നിരവധിയായ കാവുകളിൽ ഇവരുടെ കരവിരുതിൽ പിറവിയെടുത്ത ചിത്രകൂടക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തച്ചുശാസ്ത്ര രീതി പ്രകാരം കൃത്യമായ കൈക്കണക്കിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ കിഴക്കോട്ട് മുഖമായുള്ളതിന് ഒരു കണക്കും കിഴക്കുന്ന് പടിഞ്ഞാറ്റ് അഭിമുഖമായതിന് വേറെ കണക്കാണ് ഉണ്ടാവുക. തെക്കോട്ടുമായിട്ടോ വടക്കോട്ട് മുഖമായിട്ടോ ചിത്രകൂടങ്ങളെ അടി വെച്ച് കണ്ടിട്ടില്ല. ഇതൊന്നും ഉണ്ടാക്കാൻ ഒരു ആഴ്ചയിൽ മേലെ സമയം വേണം. അപ്പോൾ കല്ല് വെട്ടണം, കല്ല് ചെത്തണം, ഒക്കെ കൈപ്പണിയാണ്. മെഷീൻ പണി ഇവിടെ നടക്കില്ല. അപ്പോൾ ഇദ്ദേഹമാണ് കല്ല് വെട്ടുന്നതും ചെത്തുന്നതൊക്കെ ആൾ. മധു പന്തീരങ്ക എന്ന അദ്ദേഹത്തിൻ്റെ പേര്. 200ഓളം ചിത്രകൂടം ഇവിടെ തന്നെ വെട്ടിപ്പോയിട്ട് ഉണ്ടാക്കി പോയിക്കിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഞങ്ങളുണ്ടായിട്ടുണ്ട്. വിശ്വാസവും കരവിരുതും സമ്മേളിക്കുന്ന ഈ പ്രവൃത്തിയിൽ ഏറെ സന്തുഷ്ടരാണ് ഇരുവരും. ഇതിപ്പോൾ മറ്റുള്ള പണികളെ പോലെയല്ല. ഇത് പ്രത്യേകമായിട്ടുള്ളൊരു ക്ഷേത്ര സംബന്ധമായ ഒരു പണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ട്.